കലാമണ്ഡലത്തിൽ അധ്യാപക നിയമനത്തെ ചൊല്ലി തർക്കമുണ്ടാകുന്നു. കലാമണ്ഡലത്തിൽ താൽക്കാലിക അധ്യാപക നിയമനം തടഞ്ഞു കോൺഗ്രസ്. കലാമണ്ഡലത്തിലെ കൂത്തമ്പലത്തിനകത്തേക്ക് വരെ പ്രതിഷേധമെത്തി. ഒരു ഭാഗം വിദ്യാർത്ഥികളും കോൺഗ്രസ് നേതാക്കളും തമ്മിൽ വാക്ക് തർക്കവും ഉണ്ടായി. MS എലിഷോയിയാണ് വിവരങ്ങളുമായി ചേർന്നത്. എലിഷോയി, അധ്യാപന നിയമത്തിലെ തർക്കം എന്താണ്? ഇങ്ങനൊരു പ്രതിഷേധം കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ഏത് സാഹചര്യത്തിലാണ്? SFI പ്രവർത്തകരാണോ മറുഭാഗത്ത് മുദ്രാവാക്യം മുഴക്കുന്നത്? അതായത് ഈ കലാമണ്ഡലത്തിൽ അധ്യാപകരുടെ എണ്ണം കുറവാണ്, ആവശ്യത്തിന് അധ്യാപകരില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നേരത്തെ വിദ്യാർത്ഥികൾ ഈ കലാമണ്ഡലം ഭരണസമിതിക്കും അതുപോലെ തന്നെ VCക്കും ഉൾപ്പെടെ കത്ത് നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് ഈ കലാമണ്ഡലത്തിൽ താൽക്കാലികമായി അധ്യാപകരെ നിയമിക്കാനായി ഒരു തീരുമാനമെടുത്തത്. അങ്ങനെ താൽക്കാലികമായി അധ്യാപകരെ നിയമിക്കാനുള്ള തീരുമാനം എടുത്തതോടുകൂടി അതിന്റെ ഇന്റർവ്യൂ ഉൾപ്പെടെയുള്ള ഇന്ന് നടക്കാനിരിക്കുകയാണ്. അതിനിടയിലാണ് ഇത്തരത്തിൽ പ്രതിഷേധമുണ്ടായത്. സാംസ്കാരിക വകുപ്പിന്റെ അനുമതിയില്ലാതെ VC തന്നിഷ്ടപ്രകാരം ഇത്തരത്തിൽ ഇവിടെ നിയമനം നടത്തുകയാണ് എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ഒരു ആരോപണം. ഇതിൽ രാഷ്ട്രീയ അതായത് നേരത്തെ LDF സർക്കാരിന്റെ കാലത്ത് നിയമിച്ച VC ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഈ ഇപ്പോൾ നടക്കുന്ന അധ്യാപക നിയമനങ്ങളിലൊക്കെ തന്നെ രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ട് എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ഒരു ആരോപണം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ ഒരു പ്രതിഷേധം നടന്നിരുന്നത്. ഇന്നലെ പക്ഷേ ആ പ്രതിഷേധം മറ്റ് വലിയ ഒരു തരത്തിലേക്കുള്ള ഒരു സംഘർഷത്തിലേക്കോ ഒന്നും തന്നെ മുന്നിട്ട് എത്തിയിരുന്നില്ല. പക്ഷേ അതേസമയം ഇന്നിപ്പോൾ രാവിലെ വലിയ തോതിൽ കോൺഗ്രസ് പ്രവർത്തകർ ഈ കൂത്തമ്പലത്തിന്റെ പരിസരത്തേക്ക് എത്തുകയും കൂത്തമ്പലത്തിനകത്തേക്ക് കയറാനായുള്ള ശ്രമം നടക്കുകയും ചെയ്തു. അതിനിടെയാണ് ഒരു വിഭാഗം വിദ്യാർത്ഥികൾ അങ്ങോട്ടേക്ക് എത്തുകയും വിദ്യാർത്ഥികൾ ഈ സമരക്കാർക്കെതിരെ രംഗത്ത് വരികയും ചെയ്തത്. ഈ സമരക്കാർക്കെതിരെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഒരു ഭാഗത്ത് വിദ്യാർത്ഥികളും രംഗത്തെത്തി. അതോടുകൂടിയാണ് ഇതൊരു സംഘർഷത്തിന്റെ വക്കിലേക്ക് കാര്യങ്ങൾ എത്തിയത്. പിന്നീട് പോലീസ് ഇടപെട്ട് ഇപ്പോൾ സംഘർഷത്തിന് അയവ് വന്നിട്ടുണ്ട്. പക്ഷെ അതേസമയം തന്നെ ഈയൊരു അധ്യാപക നിയമനം അത് നടത്താനായി അനുവദിക്കില്ല എന്ന നിലപാടിൽ തന്നെയാണ് കോൺഗ്രസ് ഉള്ളത്. ഇതിൽ രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. ഈ അധ്യാപക നിയമനത്തിൽ രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. അത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഈ കോൺഗ്രസ് നേതാക്കൾ അവിടെ എത്തിയവർ പറയുന്നത്. അതേസമയം തന്നെ വിദ്യാർത്ഥികൾ പറയുന്നത് തങ്ങളുടെ കൃത്യമായ ഒരു പഠന ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള അധ്യാപകർ ഇല്ലാത്ത ഘട്ടത്തിൽ എല്ലാ കാലത്തും ഇവിടെ താൽക്കാലിക അധ്യാപക നിയമനം നടക്കുന്നതാണ്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇത്തവണയും താൽക്കാലിക അധ്യാപക നിയമനം നടന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇതിനെതിരെ കോൺഗ്രസ് രംഗത്തെത്തുകയാണെങ്കിൽ അതിനെതിരെ പ്രതിഷേധവുമായി മുന്നോട്ട് ഇറങ്ങുമെന്ന് തന്നെയാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. പ്രതിഷേധ സാഹചര്യമാണ്. കോൺഗ്രസ് പ്രവർത്തകരും ഒപ്പം വിദ്യാർത്ഥികളും പ്രതിഷേധിക്കുകയാണ്. അധ്യാപക നിയമനങ്ങളിൽ രാഷ്ട്രീയമുണ്ട് എന്നത് എല്ലാവർക്കും വ്യക്തമായി അറിയുന്നതാണ്. എപ്പോഴും മെറിറ്റല്ല പരിഗണിക്കപ്പെടാറുള്ളത്. അത്തരം ആക്ഷേപങ്ങൾ നിലനിൽക്കുന്നത്. അതിനിടയിലാണ് ഇങ്ങനൊരു തർക്കം ഉണ്ടാകുന്നത്.